വെൽക്കം ടു ആൻവേൾഡ്. സോ നമുക്കിന്ന് എന്ത് ചെയ്യാം, നമ്മൾ ബെസൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് വെച്ച് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് J1 ക്യാൻ ബി റിട്ടൺ ആസ്. എങ്ങനെയാണ് J½ അല്ലേ, J1/2 ആണ്. J1/2 എങ്ങനെ റിട്ടൺ ചെയ്യുന്നു? അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ മുമ്പ് പഠിച്ചു. J½ എന്ന് പറയുന്നത് sin x ടേമിലാണ് നമ്മൾ എഴുതുന്നത്, √2/πx. ഇനി J-½ ആണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ √2/πx cos x ആണ് വരിക. സോ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ആൻസർ ഇതാണ് അല്ലേ. ഓക്കെ, നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാം അല്ലേ. J3 ക്യാൻ ബി റിട്ടൺ ഇൻ ടേംസ് ഓഫ് J0 അപ്പോൾ നമുക്ക് J3 കണ്ടുപിടിക്കണം. ക്യാൻ ബി റിട്ടൺ ഇൻ ടേംസ് ഓഫ് J0 അതെങ്ങനെ ചെയ്യും? നമ്മൾ റെക്കറൻസ് റിലേഷൻ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോബ്ലം J3 കണ്ടുപിടിക്കുന്നത്. നമ്മൾ പഠിച്ച റെക്കറൻസ് റിലേഷൻ ഒന്നും കൂടി നമുക്ക് നോക്കാം. എന്തായിരുന്നു നമ്മൾ പഠിച്ച റെക്കറൻസ് റിലേഷൻ? ഓക്കെ, ഒരുപാട് റെക്കറൻസ് റിലേഷൻ. ഇതിൽ ഫോർത്ത് വൺ ഒന്ന് നോക്കേ. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ റെക്കറൻസ് റിലേഷൻ അതുപോലെ എടുത്തെഴുതാം അല്ലേ. റെക്കറൻസ് റിലേഷൻ ഫോർത്ത് വണ്ണ് നമ്മൾ അതുപോലെ എടുത്തെഴുതി. 2n Jn = x × Jn-1 + Jn+1. ഓക്കെ, സോ നമുക്ക് ഇതിൽ നമുക്ക് ഈ എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുപോകണം. ഓക്കെ, ഈ സൈഡിൽ കൊണ്ടുപോകണം ഇക്വേഷൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 2n/x Jn = Jn-1 + Jn+1. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമ്മൾ Jn+1 എന്നുള്ള ടേം ഇവിടെ നിർത്തുക, ബാക്കിയുള്ളതിനെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ Jn+1 എന്ന് പറയുന്നത് എന്താണ്? ഇതിനെ നമ്മൾ സൈഡിൽ നിർത്തി അല്ലേ, ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ അപ്പുറത്ത് ആരുണ്ട്? 2n/x Jn ഉണ്ട്. നമ്മൾ ആരെ കൊണ്ടുപോയത്? -Jn-1 അല്ലേ. ഇവിടെ പോസിറ്റീവാണ്, അങ്ങോട്ട് പോകുമ്പോൾ നെഗറ്റീവായി. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ കിട്ടിയല്ലോ. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് J3 ആണ് കാണേണ്ടത് അല്ലേ, J3 ആണ് കാണേണ്ടത്. സോ നമ്മൾ n+1 ടേമിൻ്റെയാണ് Jn ആണ് ഇതല്ലേ. അപ്പോൾ നമുക്ക് n+1 എന്നുള്ളത് 3 കിട്ടണമെന്നുണ്ടെങ്കിൽ n ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 2 + 1 ആണല്ലോ 3. സോ നമ്മൾ n = 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ നമുക്ക് J2+1 അതായത് J3 എന്നുള്ളത് നമുക്ക് കിട്ടും അല്ലേ. n = 2 ആണ്. സോ 2 × 2 അല്ലേ x, ഇത് x ആണ്. Jn എന്താണ്? 2 ആണ്. മൈനസ് Jn എന്താണ്? 2 - 1. സോ നമുക്കിതിനെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതാം? J3 = 4/x J2 - J2 2 - 1 എന്ന് പറയുന്നത് എന്താണ്? 1. ഓക്കെ, സോ നമുക്ക് J3 കിട്ടി അല്ലേ. ഇനി നമ്മൾ n = 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ n = 3 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അല്ലേ, 2 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് J3 എന്നുള്ള ഇക്വേഷൻ കിട്ടി. ദിസ് ഈസ് ഇക്വേഷൻ 1. ഇനി നമ്മൾ n = 2 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് അല്ലേ. ഇനി n = 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? n = 1 ആണ്. അപ്പോൾ n+1 എന്നുള്ള ടേം 2 വരും അല്ലേ, = 2 × 1 എന്താ? n എന്ന് പറയുന്ന 1 ആണ് അല്ലേ. 2/x J1 - n-1, n 1 ആണ്, അപ്പോൾ J0. ഓക്കെ, ദിസ് ഈസ് ഇക്വേഷൻ 2. അപ്പോൾ J2യുടെ വാല്യൂ കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് 2 ഇൻ ഇക്വേഷൻ 1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ നമുക്ക് J3നെ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ J2 ഉണ്ടല്ലോ. അപ്പോൾ ഈ J2 എന്നുള്ള ടേം നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. അപ്പോൾ ഇത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ J3യുടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 4/x × J2 ആണ്. അപ്പോൾ J2 എന്നുള്ള ടേം ഇത് മൊത്തത്തിൽ എഴുതുകയാണ് അല്ലേ. 2/x × J1 - J0. ഓക്കെ, പിന്നെ -J1. സോ നമ്മുടെ J3 എന്ന് പറയുന്നത് നമുക്കിങ്ങനെ റീഅറേഞ്ച് ചെയ്യാം അല്ലേ.
സോ നമ്മളിതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. J3 ഈക്വൽ ടു 4 × 2 8 എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ അല്ലേ ഇൻറ്റു J1 മൈനസ് അല്ലേ 4/x J0 മൈനസ് J1. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? J1ൻ്റെ ടേമൊക്കെ ഒരുമിച്ച് എഴുതാം. 8/x² J1 മൈനസ് J1 മൈനസ് 4/x J0. ഓക്കെ, സോ J1 കോമൺ ആയിട്ട് ഇവിടെ എടുത്തൂടെ. സോ നമുക്ക് J1 കോമൺ ആയി എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? 8/x². ഓക്കെ, നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ 8 × x² അല്ല, x² മുകളിൽ പോകുമ്പോൾ x⁻² വരും അല്ലേ, ഇതിന് മുകളിൽ പോയി ഇൻറ്റു J1 മൈനസ് J1. ഓക്കെ, മൈനസ് 4 × x⁻−1 J0. ഓക്കെ, ഇതിനെ വീണ്ടും റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും? 8x⁻² മൈനസ് 1 ഇൻറ്റു J1 മൈനസ് 4 × x⁻−1 J0. സോ J3നെ നമ്മൾ എന്ത് ചെയ്തു? J1ൻ്റെയും J0ൻ്റെയും ടേംസിൽ എഴുതി. സോ ദിസ് ഈസ് ദ ആൻസർ. ഓക്കെ, ക്ലിയർ ആയോ? സോ നമുക്ക് ഇതേ മോഡൽ ഒരു ടേമും കൂടി ചെയ്ത് നോക്കാം, അല്ല ഒന്നും കൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ, J5 express in terms of J1 and J2. Sorry. Okay, J1 and J2. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ചെയ്യാം? ഓക്കെ, അപ്പോൾ J5 ആണല്ലോ, അപ്പോൾ n ഈക്വൽ ടു നമ്മൾ 4 കൊടുക്കണം അല്ലേ. n+1th ടേമിനെ വെച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്. സോ Jn+1 എന്നുള്ള ഇക്വേഷൻ നമ്മൾ വീണ്ടും എഴുതുന്നു. എന്താണ്? 2n/x Jn 2n/x Jn മൈനസ് J1. ഓക്കെ, ദിസ് ഈസ് ദ ഇക്വേഷൻ അല്ലേ. Jn-1 അതാണല്ലോ ഇക്വേഷൻ. ഓക്കെ, n ഈക്വൽ ടു 4 ആണല്ലേ. സോ നമ്മൾ n ഈക്വൽ ടു 4 ആണ്. നമ്മൾ J5നെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അതിൻ്റെ താഴെയുള്ള ഇത് 4 അല്ലേ, കാരണം ഇവിടെ n+1 ടേമാണ് വരുന്നത്. അപ്പോൾ J5 എന്നുള്ള ടേം കിട്ടണമെങ്കിൽ n എന്തായിരിക്കണം? 4 ആയിരിക്കണം. അപ്പോൾ J4 അല്ല, J5 അല്ലേ. ഓക്കെ, J5 ഈക്വൽ ടു 2 × n എന്താണ്? 4 ആണ്. അപ്പോൾ 8/x J4 നമ്മൾ n 4 ആണ് കൊടുക്കുന്നത്, മൈനസ് Jn-1 അല്ലേ. 4 1 കുറഞ്ഞാൽ 3. ദിസ് ഈസ് ഇക്വേഷൻ 1. ഓക്കെ, സോ നമ്മൾ അടുത്തത് n ഈക്വൽ ടു 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? J ഈക്വൽ ടു n+1th ടേമാണല്ലേ, J പോളിനോമിയലിൻ്റെ n+1th അല്ലേ. അപ്പോൾ 3 ആകുമ്പോൾ 4 വരും, ഈക്വൽ ടു 2 × n അല്ലേ, 2 × n/x. അപ്പോൾ 2 × 3 അല്ലേ, 6/x Jn3 മൈനസ് Jn-1 എന്ന് പറയുന്നത് 3 - 1 2. ഓക്കെ ആണോ? ദിസ് ഈസ് ഇക്വേഷൻ 2. ഇനി നമ്മൾ n ഈക്വൽ ടു 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? J3 കിട്ടും അല്ലേ. 3 ഈക്വൽ ടു 2 × 4 അല്ലേ, 2 Jn2 മൈനസ് Jn-1 2 - 1 1. ഓക്കെ, ദിസ് ഈസ് ഇക്വേഷൻ 3. സോ നമുക്ക് J3 കിട്ടി, J4 കിട്ടി, J5. സോ നമ്മൾ J3 എന്നുള്ളത് J4ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു അല്ലേ. J3 എന്നുള്ളത് J4ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ J4നെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതാം. 6/x J3 എന്ന് പറയുന്നത് 4/x J2 മൈനസ് J1 മൈനസ് J2. സോ ഇതിനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 6 × 4 24
ബൈ എക്സ് സ്ക്വയർ ജെ 2 മൈനസ് 6 ഇൻറ്റു 1 അല്ലേ. അപ്പോൾ 6J1 ബൈ എക്സ് മൈനസ് J2 എന്ന് കിട്ടും. ഓക്കെ, സോ ഈ ഒരു J4 നമ്മൾ J5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ J4 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? 24 ബൈ എക്സ് സ്ക്വയർ J2 അല്ലേ മൈനസ് J2 മൈനസ് 6J1 ബൈ എക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ J5 നമുക്ക് കിട്ടിയ J4ഉം J3യും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. J5 എന്ന് പറയുന്നത് 8 ബൈ എക്സ്, J4 എന്നുള്ളത് 24 ബൈ എക്സ് സ്ക്വയർ J2 മൈനസ് J2 മൈനസ് 6J1 ബൈ JX. ഓക്കെ, മൈനസ് J3 ആണ് J5 അല്ലേ. അപ്പോൾ J3 നമുക്ക് കിട്ടിക്കണം, ഇക്വേഷൻ 3 ആണല്ലേ. അത് നമ്മളിവിടെ എഴുതാം 4 ബൈ എക്സ് J2 മൈനസ് J1. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? J5 എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് J1 ആൻഡ് J2. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇതാണ്. സോ ഇതിനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ആൻസർ കിട്ടും. അപ്പോൾ J2യുടെ ടേംസ് J1 ടേംസ് മാത്രമായിട്ട് നമുക്ക് J5ൻ്റെ ടേംസിന് എഴുതാൻ പറ്റി. സോ ഇതാണ് ബെസൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.